കോഴിയൊക്കെ പറക്കി മാറ്റിയായിരുന്നു? കോഴിയെല്ലാം പറക്കി മാറ്റി. ചത്തുപോയില്ലേ? നിങ്ങൾ എത്ര കോഴിയാത്ത? 10 കോഴിയാത്തോ? 10 കോഴി മേളിൽ പോയി. എണ്ണ ഇല്ലായിരുന്നല്ലേ? എണ്ണ ഇല്ല, അറിഞ്ഞില്ലല്ലോ നമ്മള്. വെള്ളം എപ്പോഴാ കയറുന്നുള്ള അറിയത്തില്ലല്ലോ. ഓക്കെ. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. അപ്പം ഞാനിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കുറച്ച് ആശയങ്ങളാണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയാണ്. കഴിഞ്ഞ ദിവസത്തെ വെള്ളം മൊത്തം കയറി ഉരുൾ പൊട്ടിയ. അപ്പോൾ ഉരുൾ പൊട്ടുന്ന സംഭവം നമുക്കൊരിക്കലും മനുഷ്യനത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് എവിടെ എങ്ങനെ പൊട്ടുമെന്ന് നമുക്കത് കൺട്രോൾ ചെയ്യാനോ അത് പ്രവചിക്കാനോ കഴിയില്ല. എന്നാൽ ഈ ആറ്റിൽ വരുന്ന വെള്ളപ്പൊക്കം അത് ആർട്ടിഫിഷ്യലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ദുരന്തമുഖത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അതിന് ശേഷം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും വരും, അവിടെ ഒന്ന് സന്ദർശിക്കും, ഫോട്ടോ എടുക്കും, അത് FB പോസ്റ്റ് ചെയ്യും. ഞാൻ ഈ റീൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അവരും ഈ പറയുന്ന ഫോട്ടോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അവർ പൊടിയും തട്ടി പോവും. വീണ്ടും അടുത്ത ഒരു മഴ സമയത്ത് അല്ലെങ്കിൽ പ്രളയ സമയത്ത് വീണ്ടും ഈ വോട്ട് ചെയ്യുന്ന നമ്മൾ സ്വയം വലിയ ബുദ്ധിമാന്മാരാണെന്ന് കരുതുന്ന, മറ്റുള്ള സംസ്ഥാനത്തെ ആൾക്കാർ ഇവർ മണ്ടന്മാരാണെന്ന് കരുതുന്ന ഈ പ്രബുദ്ധ മലയാളികൾ വീണ്ടും വെള്ളത്തിൽ കിടന്ന് തുഴയുകയും മുങ്ങുകയും ജീവൻ കളയുകയും ചെയ്യും. ഇപ്പം ഇപ്പം ഇത് കണ്ടില്ലേ, ഈ പാലം കണ്ടു. ഈ പാലം വെള്ളം പോകുന്നതും വെള്ളം പോകാത്ത സ്ഥലം കണ്ടോ? ഇപ്പം നേരത്തെ എനിക്ക് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു 1.74 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എനിക്കിതിപ്പോൾ നേരെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ തല ഇവിടെ ഇടിക്കുന്നുണ്ട്, കാരണം ഇത്രയും ഹൈറ്റാണ്. അത്ര ഹൈറ്റിൽ ഈ മണ്ണും കല്ലും ശരിക്കും പറഞ്ഞാൽ മണൽ വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മണലെന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ മണൽ വാരാനോ ഒന്നും അനുവദിക്കുന്നില്ല. ഇവിടെ ബാക്കി ഇല്ലീഗൽ പരിപാടി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭീഷണിയാകുന്ന പടകളൊക്കെ എവിടെ വേണമെങ്കിലും പൊട്ടിക്കാം. എന്നാൽ ഈ മനുഷ്യനെ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന ഈ മണൽ വാരാനുള്ള അനുമതി നമ്മുടെ കേരളത്തിലില്ല. ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എന്നാൽ ഓക്കെ, കേരളത്തിന് മണൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റു തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ വന്നപ്പോൾ അവിടെ മടകളോ കാര്യങ്ങളൊന്നും പ്രവർത്തിപ്പിക്കത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി പറയുക. ഓക്കെ, അപ്പം നമുക്ക് ഈ മണൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഇത് ഈ ആറ്റിൽ കിടന്ന് ഇവിടെ നിന്നല്ല. ഇപ്പോൾ എക്സാമ്പിൾ റാന്നി, ഇപ്പോൾ കുറേ കമൻറ്റോളികൾ അവന്മാർ ഈ ആന ഇറങ്ങിയാലും വെള്ളപ്പൊക്കം കയറിയാലും അമ്മ ഇറങ്ങിയൊക്കെ ആറിൻ്റെ തീരത്ത് കിടക്കുന്നുണ്ടല്ലേ, അല്ലെ ആനക്കാട്ടിൽ പോയി കിടക്കുന്നുണ്ടല്ലേ. ഈ പറയുന്ന റാന്നിക്കാരൊന്നും ആറിൻ്റെ തീരത്ത് പോയി കിടന്നിട്ടല്ല ഈ വെള്ളം മുങ്ങിയത്. അത് മനുഷ്യനാൽ ഈ പറയുന്ന എന്താ ഈ ഉണക്കാലത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആറിൻ്റെ തീരത്തോട് ഉണക്കാലത്ത് പോയാൽ ലോഡ് കണക്കിന് മണലാണ്. നമുക്ക് പറയാൻ പറ്റുന്ന കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ര മണൽ ഈ പറയുന്ന കൽത്തരികൾ ഇതൊക്കെ ഈ മഴക്കാലത്തിന് മുന്നേ അതൊന്ന് സർക്കാർ തന്നെ അതെടുത്ത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുമോ, കാശിനെടുക്കാൻ ആൾക്കാർ കാണും. പക്ഷേ ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മഴയുള്ളിടത്തും കാലം ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ മെയിൻ വരുമാനം, അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും, CPM ഭരിച്ചാലും UDF ഭരിച്ചാലും, അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ പാറമട മുതലാളികളുടെ പൈസയാണ്. അതില്ലാതാവും. ഈ മണൽ വാരി സെയിൽ ചെയ്താൽ ഈ പറയുന്ന ഈ സാധാരണക്കാർ, സത്യം പറഞ്ഞാൽ സാധാരണക്കാരേ ഉള്ളൂ ഈ വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ അനുഭവിക്കുന്നത്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റാന്നിയിലൊക്കെ ഉള്ള കടകളൊക്കെ, സ്ഥാപനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്കും ഈ പറയുന്ന വില സാധാരണക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവരാരും പ്രതികരിക്കാത്തതും ഈ വെള്ളത്തിൽ മുങ്ങുന്നതും, എല്ലാ വർഷവും വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നതും അവരുടെ സാമാനങ്ങളെല്ലാം നഷ്ടമായി പോകുന്നതുമല്ല. അപ്പോൾ നമ്മളിതിനെ ഒരു ക്യാമ്പയിനായിട്ട് നമ്മുടെ ഈ ആറ്റിലെയും തോട്ടിലെയും മണൽ വാരി ഈ ആറിന് ഡെപ്ത് കൂട്ടാനായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ചെയ്യുക. അതായത് മണൽ വാരുക, അത് സെയിൽ ചെയ്യുക എന്നാണ് എൻ്റെ ഇത്. അതൊരു നിങ്ങൾ ക്യാമ്പയിനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടന്ന് തുഴയണ്ട, നിങ്ങൾക്ക് മുങ്ങണ്ട, അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയം ഏതും ആയിക്കോട്ടെ, UDF അല്ലെങ്കിൽ CPM ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ അന്ധമായി നിങ്ങൾക്ക് മുങ്ങാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ, ഇത് നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ട, ചെയ്യാൻ വേണ്ട. എന്നാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാമ്പയിനായിട്ടോ, ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നു, അവരോടൊന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞ് ഈ വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടി ഒഴിവാക്കുക. നമുക്ക് ഉരുൾപൊട്ടൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതങ്ങ് പോട്ടെ. ഉരുൾപൊട്ടിയതിന് ശേഷം ഈ വെള്ളം വന്ന് കയറുന്നത് സാധാരണക്കായ ആൾക്കാരുടെ വീട്ടിലോട്ടും അവരുടെ കടകളുടെ സ്ഥാപനത്തിലോട്ടും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആശയം. മനസ്സുള്ളവർ വെള്ളത്തിൽ മുങ്ങണ്ട എന്ന്, തുഴയണ്ട, അല്ല വെള്ളം മുങ്ങി ചാവണ്ട, വീടിനകത്ത് വെള്ളം കയറണ്ട, നിങ്ങളെ കൃഷിയിടങ്ങൾ നശിക്കേണ്ട എന്ന് മനസ്സ് താല്പര്യമുള്ളവർ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.